മറുഭാഗത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ ചർച്ചകൾ നടക്കുകയാണ്. അവസാനം അവർക്ക് മനസ്സിലായി ഈ സമൂഹത്തിനെ തകർക്കുവാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം, അവരുടെ നെഞ്ചകത്തിന്റെ ഉള്ളറകളിൽ അവർ ചേർത്ത് പിടിച്ചിരിക്കുന്നത് വിശുദ്ധമായ ഖുർആൻ ഷരീഫിനെയാണ്. എങ്ങനെയാണ് ഈ സമൂഹത്തിനെ വഴിതെറ്റിക്കുക എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി അവിടെ ഇരുന്ന് സങ്കടപ്പെടുന്ന ഒരു കാഴ്ച അവരുടെ കണ്ണുകളിലേക്ക് കാണാൻ സാധിക്കുന്നു. ആ കുട്ടിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും അവർക്ക് മനസ്സിലായി ഭൗതികമായ ഭ്രമത്തിലൂടെ ആ കുട്ടിയുടെ മനസ്സ് നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലായി. പിന്നീട് കണ്ടത് 3 മാസം കൊണ്ട് ഇസ്ലാമിക സ്പെയിനിന്റെ തകർച്ചയാണ് എന്നുള്ളതാണ് ചരിത്രം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, വമൻ അഅറള അൻ ദിക്രി, എന്റെ വിശുദ്ധമായ ഖുർആനിൽ നിന്നും ആര് തിരിഞ്ഞു കളയുന്നുവോ ഫഇന്ന ലഹു മഈശതൻ ലങ്ക, ഇടുക്കമായ സങ്കീർണമായ പ്രയാസകരമായ ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്നും സമൂഹം തിരിഞ്ഞു നടന്നാൽ, അല്ലാഹുവിന്റെ കലാമിൽ നിന്നും നാം വഴിവിട്ട് സഞ്ചരിച്ചാൽ ഫഇന്ന ലഹു മഈശതൻ ലങ്ക, കുടുസായ ഇടുക്കമായ പ്രയാസകരമായ ദുഃഖകരമായ സങ്കടകരമായ ജീവിതമാണ് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ കലാമിനെ ചേർത്ത് പിടിച്ച സമൂഹമാകട്ടെ, സമുദായങ്ങളാകട്ടെ, വിശുദ്ധമായ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച സമയങ്ങളിലെല്ലാം സന്തോഷവും ഉയർച്ചയും അഭിമാനവും അതുപോലെ തന്നെ വിജയങ്ങളുമാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന ദുനിയാവിലെ കുടുസ ജീവിതം മാത്രമല്ല, ഇവിടെയും അല്ലാഹു തആല ഈ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരിഞ്ഞ് സഞ്ചരിച്ചാൽ ഇവിടെയും നിങ്ങളെ അല്ലാഹു ജരിക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, അന്ധനായ സാഹചര്യ അന്ധനായ അവസ്ഥയിലാണ് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്നത്. ഖാല റബ്ബി ലിമ ഹശർതനി അഅമ, അല്ലാഹുവേ, ഈ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കും, അല്ലാഹുവേ റബ്ബി ലിമ ഹശർതനി അഅമ, അല്ലാഹുവേ എന്നെ എന്തിനാണ് നീ അന്ധനായി ഇവിടെ കൊണ്ടുവന്നത്? ദുനിയാവിൽ 2 കണ്ണുകൾ കൊണ്ട് ഞാൻ നോക്കിക്കണ്ടിരുന്ന ഒരു കാഴ്ചയ്ക്കും ഒരു കുറവുമില്ലാതിരുന്ന ഞാൻ, റബ്ബി ലിമ ഹശർതനി അഅമ, അല്ലാഹുവേ എന്നെ എന്താണ് അന്ധനായി നീ ഇവിടെ കൊണ്ടുവന്നത് എന്ന് അല്ലാഹുവിനോട് അത്ഭുതത്തോടുകൂടി ചോദിക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നൊരു മറുപടിയുണ്ട്. റബ്ബി ലിമ ഹശർതനി അഅമ, അല്ലാഹുവേ നീ എന്തിനാണ് എന്നെ നീ അന്ധനായി കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു പറയും, കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ നിന്റെ മുമ്പിൽ ദുനിയാവിൽ വെച്ച് വന്നപ്പോൾ ഫനസീതഹാ, അതിനെ മറന്നുകളയുകയും തിരസ്കരിക്കുകയും തള്ളിക്കളയുകയും അതിൽ നിന്നും പിന്തിരിഞ്ഞ് ജീവിക്കുകയും ചെയ്തതുകൊണ്ട് ഇന്ന് നിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്നുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം. എന്റെ പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളെ, ഉലമാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം അത് സന്തോഷകരമാണ്, അത് വിജയകരമാണ്, അത് ഉയർച്ചയാണ്, അത് ധന്യമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ അദ്ദേഹം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, യാ ഖലീഫ, വല്ലാനി ബിമാ വല്ലാഖല്ലാഹ്, നിങ്ങൾക്ക് കിട്ടിയ ഈ അധികാരത്തിൽ നിന്നും
അധികാരത്തിന്റെ ഭാഗങ്ങൾ ഞങ്ങൾക്കും തരണം എന്ന് അധികാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാള് വന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു. മഹാനായ ഖലീഫ അദ്ദേഹത്തിനോട് പറഞ്ഞു, സഹോദരാ, വിശുദ്ധ ഖുർആനിൽ നിന്നും നിങ്ങൾക്ക് എന്തറിയാം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഒന്നും അറിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി, അല്ലാഹുവിന്റെ വിശുദ്ധ കലാം അറിയാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഭരണം ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭരണത്തിന്റെ ഭാഗങ്ങൾ നൽകുന്നത്? അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ കലാം പഠിച്ചിട്ട് വരൂ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറയുകയാണ്. നാളുകൾക്ക് ശേഷവും ആ മനുഷ്യനെ കാണാത്തപ്പോൾ, തന്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നത് കാണാത്തപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആളെ അയച്ചു ആ മനുഷ്യനെ വിളിപ്പിച്ചു. എന്താണ് നിങ്ങൾ ഭരണം ചോദിച്ചു അല്ലെങ്കിൽ അധികാരം ചോദിച്ച് എന്റെ അടുക്കൽ വരികയും പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് വരാൻ വേണ്ടി ഞാൻ നിങ്ങളെ തിരിച്ചയച്ചിട്ട് നിങ്ങൾ എന്തേ വന്നില്ല എന്ന് മഹാനായ ഖലീഫ ആ മനുഷ്യനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും ആ ഖുർആനിലൂടെ ഞാൻ സഞ്ചരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഫഅഹ്നാനില്ലാഹു അൻ ഉമറ വ അൻ ബാബി ഉമറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ എന്നെ ധന്യനാക്കി. ഖലീഫ ഉമറിനെ തൊട്ട് അല്ലാഹു എന്നെ ധന്യനാക്കി.